കീം എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷയെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങളുണ്ടായി. സർക്കാരിൻ്റെ അബദ്ധജടിലമായ തീരുമാനം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വലിയ മനോവിഷമമുണ്ടായി. കുട്ടികളൊക്കെ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകേണ്ടി വരികയോ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുളമായേനെ. മാനസികമായി എത്ര പേര് തകർന്നു കാണുമെന്ന് ആർക്കറിയാം. ആ വിഷയങ്ങളൊന്നും വിഷയമല്ലാതായി. SFIക്ക് കീം പരീക്ഷയിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്, അതിന് ഉത്തരവാദി ആരാണെന്നതിനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. ഇത് ഒരു UDFൻ്റെ കാലത്തായിരുന്നെങ്കിൽ കീം പരീക്ഷ ഇങ്ങനെ കുളവാക്കിയെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതിൽ സമരമില്ല. കേരളത്തിൽ 66 സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരിൽ 64 താൽക്കാലികമാണ്. അതൊന്നും വിഷയമല്ല. ഇതാണ് വിഷയം. അത് മാറിപ്പോയി എന്ന് മാത്രമല്ല, നമ്മൾ ഈ വിഷയം മുഴുവൻ തുടങ്ങുന്നത് അരുൺ, നമ്മളത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൽ ആ ബാത്റൂം ആര് തുറന്നു കൊടുത്തു എന്നായിരുന്നല്ലോ തർക്കം. ബാത്റൂം അടച്ചിട്ടതാണോ, ഇവർ പൊളിച്ചു കയറിയതാണോ, മന്ത്രിയാണോ ഉത്തരവാദി, മന്ത്രി മനഃപൂർവ്വം രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി, ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞു മന്ത്രിയല്ല ഉത്തരവാദി, മന്ത്രിയാണോ രക്ഷാപ്രവർത്തനം നടന്നതെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട്, അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്. ശരി. അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ സ്ത്രീ മരിച്ചത് എങ്ങനെയാണ്, ആരാണ് ഉത്തരവാദി? നമുക്കറിയില്ല ഇപ്പോഴും. ദാ വരുന്നു, ഇപ്പോൾ വരുന്നു നടപടി ഉടനെ എടുക്കുമെന്നാണ് പറഞ്ഞത്. നടപടിയില്ല.